ചില സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വീട്ടിൽ ചെന്നാൽ അവിടെ എപ്പോഴുമെല്ലാം കൃത്യമായ സ്ഥാനത്തിരിക്കുന്നത് കാണാം. അവിടെ ഒരിക്കലും പാത്രങ്ങൾ കഴുകാതെ കുന്നുകൂടി കിടക്കാറില്ല. തുണികൾ സോഫയിൽ വാരിയിടാറില്ല. നമ്മൾ വിചാരിക്കും അവർക്ക് ഒരുപാട് സമയമുള്ളതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അവർക്ക് വൃത്തിയാക്കാൻ വലിയ താൽപ്പര്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. എന്നാൽ സത്യം അതല്ല. മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നവർ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് എന്നാണ്. അവർക്ക് ഒരു പ്രത്യേക തരം മനസ്സുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വൃത്തിയുള്ള ഒരു വീട് എന്നത് വെറുമൊരു കാഴ്ചയല്ല. അത് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെയും നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങൾ നിങ്ങളെത്തന്നെ എങ്ങനെ കാണുന്നു എന്നതിനെയും സൂചിപ്പിക്കുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വൃത്തിയും മനഃശാസ്ത്രവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അലങ്കോലമായി കിടക്കുന്ന ഒരു മുറി നമ്മളെ അസ്വസ്ഥരാക്കുന്നത്? ഇതിനെ മനഃശാസ്ത്രത്തിൽ കോഗ്നിറ്റീവ് ലോഡ് എന്ന് വിളിക്കുന്നു. നമ്മുടെ മനസ്സിനെ ഒരു കമ്പ്യൂട്ടർ പ്രോസസർ പോലെ കരുതുക. കമ്പ്യൂട്ടറിൽ ഒരേ സമയം ഒരുപാട് വിൻഡോകൾ തുറന്നുവെച്ചാൽ അത് ഹാങ് ആകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടും. നമ്മുടെ കണ്ണുകൾ കാണുന്ന ഓരോ കാര്യവും തലച്ചോർ പ്രോസസ് ചെയ്യുന്നുണ്ട്. മേശപ്പുറത്തിരിക്കുന്ന മുഷിഞ്ഞ തുണി, കഴുകാത്ത പാത്രം, വലിച്ചുവാരിയിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ, ഇവയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സ് ഇതിനെയെല്ലാം പൂർത്തിയാകാത്ത ജോലികളായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഓരോ അലങ്കോലവും തലച്ചോറിനോട് വിളിച്ചു പറയുകയാണ് ഇത് ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട് എന്ന്. ഇത് നമ്മുടെ ചിന്താശേഷിയെ സാവധാനം കുറയ്ക്കുന്നു. അലങ്കോലമായ ചുറ്റുപാട് ഒരാളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ഗണ്യമായി ബാധിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും വൃത്തിയാക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ തലച്ചോറിലെ ഈ അനാവശ്യ ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് ചിന്തകൾക്ക് വ്യക്തത വരുത്തുകയാണ്. ജീവിതം പലപ്പോഴും പ്രവചനാതീതമാണ്. നാളെ ജോലിയിൽ എന്ത് സംഭവിക്കും? സാമ്പത്തികാവസ്ഥ എങ്ങനെയാകും? പ്രിയപ്പെട്ടവർ നമ്മളോട് എങ്ങനെ പെരുമാറും? ഇതൊന്നും നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല. ഈ ഒരു അനിശ്ചിതത്വം മനുഷ്യരിൽ വലിയ രീതിയിൽ ഉത്കണ്ഠ ഉണ്ടാക്കാറുണ്ട്. ഇവിടെയാണ് വൃത്തിയാക്കലിന്റെ മനഃശാസ്ത്രം പ്രസക്തമാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ലെങ്കിലും നമ്മുടെ വീടിനുള്ളിലെ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം. അടുക്കളയിലെ സ്ലാബ് വൃത്തിയാക്കണോ, പുസ്തകങ്ങൾ അടുക്കി വെക്കണോ എന്നത് നമ്മുടെ തീരുമാനമാണ്. ഇതിനെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നു. ചുറ്റുപാടും ക്രമീകരിക്കുന്നതിലൂടെ എന്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലാണ് എന്നൊരു സന്ദേശം നാം നമ്മുടെ മനസ്സിന് നൽകുന്നു. പുറംലോകത്തെ അസ്വസ്ഥതകളിൽ നിന്ന് മാറി സ്വന്തമിടം ഭംഗിയാക്കുന്നത് വഴി ലഭിക്കുന്ന ആ ആശ്വാസം ചെറുതല്ല. സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ ചിലർ പെട്ടെന്ന് വീട് വൃത്തിയാക്കാൻ തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ നിയന്ത്രണമില്ലായ്മയെ ഈ പ്രവൃത്തിയിലൂടെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. എപ്പോഴും വീട് വൃത്തിയാക്കുന്നവർ ഓരോ ദിവസവും ഇന്ന് ഞാൻ വീട് വൃത്തിയാക്കും എന്ന് സ്വയം നിർബന്ധിച്ച് ചെയ്യുന്നവരല്ല. പകരം അതവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അവർ വിശ്വസിക്കുന്നത് ഞാൻ വൃത്തിയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ്. ബിഹേവിയറൽ സൈക്കോളജി പ്രകാരം നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ. നിങ്ങൾ നിങ്ങളെ ഒരു അലസനായ ഒരാളായിട്ടാണ് കാണുന്നതെങ്കിൽ സാധനങ്ങൾ വലിച്ചുവാരിയിടുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നില്ല. എന്നാൽ വൃത്തിയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഈ ശീലം വളർത്തിയെടുക്കുന്നത് കഠിനമായ അച്ചടക്കം കൊണ്ടല്ല, മറിച്ച് ആവർത്തനത്തിലൂടെയാണ്. ഓരോ തവണ നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ പാത്രം കഴുകിവെക്കുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണ് ഞാൻ വൃത്തിയുള്ള ഒരാളാണ് എന്ന്. ഈ കൊച്ചു കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറുകയും പിന്നീട് ചിന്തിക്കാതെ തന്നെ അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അലങ്കോലമായ വീട് വെറുമൊരു കാഴ്ചയല്ല, അത് നമ്മുടെ ശരീരത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. പഠനങ്ങൾ പറയുന്നത് വീട് വൃത്തികേടായി കിടക്കുന്നവരിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വളരെ കൂടുതലാണെന്നാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോൾ വീട് അലങ്കോലമായി കിടക്കുന്നത് കാണുന്നത് നമ്മുടെ ക്ഷീണം വർദ്ധിപ്പിക്കും. നേരെ മറിച്ച് വൃത്തിയുള്ള നല്ല ഗന്ധമുള്ള ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. അതുകൊണ്ടാണ് ആശുപത്രികൾ, സ്പാകൾ, ധ്യാനകേന്ദ്രങ്ങൾ എന്നിവ എപ്പോഴും അമിതമായി വൃത്തിയായി സൂക്ഷിക്കുന്നത്. അത് വെറുമൊരു ഭംഗിക്കല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ വേഗത്തിൽ ശാന്തമാക്കാൻ സഹായിക്കുന്നതുകൊണ്ടാണ്. ചുരുക്കത്തിൽ വീട് വൃത്തിയാക്കുക എന്നത് വെറുമൊരു ശാരീരിക അധ്വാനമല്ല, അത് നമ്മുടെ മാനസികാരോഗ്യത്തിനുള്ള ഒരു ചികിത്സയാണ്. നമ്മുടെ വീട് എന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു പുറംചട്ടയാണ്.
പുറം ലോകത്തെ അരാജകത്വങ്ങൾക്കിടയിൽ നമുക്ക് സമാധാനം നൽകുന്ന ഒരിടം നമ്മുടെ വീടായിരിക്കണം. നിങ്ങളുടെ വീട് എത്രത്തോളം ലളിതവും വൃത്തിയുള്ളതുമായിരിക്കുന്നുവോ അത്രത്തോളം വ്യക്തത നിങ്ങളുടെ ചിന്തകൾക്കും ലഭിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വീടിന്റെ ഒരു മൂലയെങ്കിലും ഒന്ന് വൃത്തിയാക്കി നോക്കൂ. ആ ചെറിയ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ വരുത്തുന്ന വലിയ സമാധാനം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നത് വഴി നാം സത്യത്തിൽ നമ്മുടെ മനസ്സിനെയാണ് പാകപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വൃത്തിയുള്ള ഒരു വീടും ശാന്തമായൊരു മനസ്സും നമുക്ക് ഒന്നിച്ച് കെട്ടിപ്പടുക്കാം.